വിസ്മയ മോഹൻലാൽ തുടക്കം ഗംഭീരമാക്കിയോ? ഗംഭീരം എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും ആ ഒരു വാക്ക് ഇത്തിരി കൂടിപ്പോകുമെന്നൊരു സംശയം കൂടിയുണ്ട്. എന്നാൽ ഡെഫിനറ്റ്ലി ഇതൊരു നല്ലൊരു മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. ഇന്റർവെൽ വരെ ഇറ്റ്സ് ഗോയിങ് ലൈക്ക് എ നോർമൽ മൂവി. അതുവരെയുള്ള പോലീസ് സീൻസും അന്വേഷണമൊക്കെ ഇടയ്ക്ക് റിപ്പീറ്റീവ് ആവുന്ന പോലെ തോന്നുന്നറിയാം. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ലാഗ് ആവുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഗണേഷ് കുമാറിന്റെ റോളും എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല എന്ന് പറയാം. ആൾക്കാരും വേറെ ആരെങ്കിലും ആയിരുന്നു ആ ഒരു റോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്ന ഒരു ഫീൽ ആയിരുന്നു തോന്നി എന്ന് പറയാം. സിനിമയിൽ എനിക്ക് ആകെ വർക്കാവാതെ പോയത് ഇത് രണ്ടും മാത്രമായിരുന്നു. പിന്നെ സിനിമയിലെ നായിക വിസ്മയ മോഹൻലാലിന്റെ പെർഫോമൻസ് അത്യാവശ്യം നന്നായിരുന്നു. ഈ ഒരു റോൾ ആൾക്ക് നന്നായിട്ട് സ്യൂട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ഇന്റർവെല്ലിന് ശേഷവും ക്ലൈമാക്സിലും ഒരു ഹൈ മൂവ്മെന്റ് ഒക്കെ തരാണ്ട് വിസ്മയക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ആ ഒരു ഇമ്പാക്ട് ഇരിക്കുന്നത് തന്നെ ആ ഒരു ക്ലൈമാക്സിലാണ്. അത് പാളിയാൽ അവിടെ പടം ഫ്ലോപ്പ് ആയനെ. ബട്ട് അതും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയാം. പിന്നെ ഇതിലെ വില്ലൻ ആശിഷ് ആന്റണി ഫസ്റ്റ് സീക്വൻസിൽ തന്നെ വില്ലൻസിന്റെ ആ ഒരു ലെവൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ ത്രൂ ഔട്ട് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയലോഗ് വളരെ കുറവുള്ളൂ. ലാസ്റ്റ് മാത്രമേ എന്തൊരു ഡയലോഗ് ആളുടേതായിട്ട് വരുന്നുള്ളൂ. ബട്ട് ഹിസ് പെർഫോമൻസ് ആസ് എ വില്ലൻ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടൻ എൻട്രി അതും നൈസ് ആയിരുന്നു. ചുമ്മാ ക്യാമിയിലൊന്നും പടം ഒന്ന് ഓൺ ആക്കി തരുന്നുണ്ട്. കൂടാതെ മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ മോസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ക്രൂ കൂടി ഉള്ളത് തന്നെ പടത്തിന്റെ മേക്കിംഗ് അത്യാവശ്യം അടിപൊളി തന്നെയായിരുന്നു. വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പൾസറി രേഖപ്പെടുത്തണം. അപ്പോൾ അത്രയുള്ളൂ. ഇറ്റ്സ് മീ സ്നേഹം മല്ലു എക്സ്പ്രസ്.